ഇതേപോലെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിന്നൊന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടും സ്കിൻ ബ്രൈറ്റ്. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ള നല്ല അടിപൊളി റിസൾട്ടാണ്. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിപ്പുണ്ട്. അതേപോലെ തന്നെ സ്കിന്നിലെ ടാനൊക്കെ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാനായിട്ട് പറ്റുന്ന ഒരു ഹോം മെയ്ഡ് ഫേസ് വാഷ് പൗഡറാണ്. അപ്പം സാധാരണക്കാരായ വീട്ടമ്മമാർക്കൊക്കെ ഈ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫേസ് വാഷ് കയ്യിലില്ലാത്തവർക്കൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ചിലർക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫേസ് വാഷ് യൂസ് ചെയ്യാനായിട്ട് ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർക്കും നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഐറ്റംസ് വെച്ചിട്ട് അടിപൊളി ഒരു ഫേസ് വാഷ് പൗഡർ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഈ ഒരു ഫേസ് വാഷ് പൗഡറിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും ഡ്രൈനസ് മാറ്റാനായിട്ടും ടാൻ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇത് നമുക്ക് മോർണിംഗ് സ്കിൻ കെയറിൻ്റെ കൂടെയും നൈറ്റ് സ്കിൻ കെയറിൻ്റെ കൂടെയും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇത് നമുക്ക് ഒരു ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന അടിപൊളി ഒരു ഐറ്റമാണ്. ഇത് നമുക്ക് ഉണ്ടാക്കാനായിട്ട് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഓട്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഓട്സ് നമ്മൾ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ യങ്ങാക്കി വെക്കാനായിട്ടും ക്ലീൻ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ നന്നായിട്ട് ഓട്സ് ഒന്ന് പൊടിച്ചിട്ട് കൊണ്ടുവരാം. അപ്പം ഞാൻ ഇവിടെ ഓട്സ് നല്ല രീതിയിൽ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഫേസ് വാഷ് പൗഡർ നമുക്ക് ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർക്കും അതേപോലെ എപ്പോഴും ഒക്കെ ട്രാവലിംഗ് ചെയ്യുന്നവർക്കും ഒക്കെ കയ്യിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുന്ന അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്. അപ്പം പല കമ്പനികളുടെ പാൽപ്പൊടികൾ നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാണോ പാൽപ്പൊടി ഉള്ളത് അതെടുത്താൽ മതി. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് എവരിഡേയുടെ പാൽപ്പൊടിയാണ്. അപ്പോൾ ഒരു 3 സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പാൽപ്പൊടി നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ഡ്രൈനസ് മാറാനായിട്ടും അതേപോലെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ നമ്മുടെ ഫേസ് വാഷിന്. അപ്പം ഇത് നമുക്ക് നിങ്ങൾക്ക് എത്ര എമൗണ്ട് വേണോ അതനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു വെള്ളമൊന്നും ഇല്ലാത്ത നല്ലൊരു ബോട്ടിൽ അടച്ച് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. പിന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ പാൽ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ തൈര് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാം. ഇതൊന്നുമില്ലെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ മതി. അപ്പം ഞാൻ ഇനി ഇത് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ 1 സ്പൂൺ ഫേസ് വാഷ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ റോസ് വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ 2 സ്പൂൺ റോസ് വാട്ടർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഹോസ്റ്റലൊക്കെ താമസിക്കുന്നവർക്ക് പാലും തൈരും ഒന്നും കാണത്തില്ല കയ്യിൽ. അപ്പം റോസ് വാട്ടറാണ് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡ്. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വെറും നോർമൽ വാട്ടറിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇത് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് വാഷ് പൗഡറാണ്. അതേപോലെ തന്നെ ഒരു ഫേസ് പാക്കായിട്ടും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഈ ഒരു ഫേസ് വാഷ് പൗഡർ നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ എങ്ങനെയാണ് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് കഴുകുന്നത് അതേപോലെ ചെയ്താൽ മതി. ഇത് നമ്മൾ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് സ്ക്രബ് ചെയ്യുക, അതിന് ശേഷം വാഷ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് ഫുള്ളായിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ടും അതേപോലെ തന്നെ നന്നായിട്ടൊക്കെ എക്സ്ഫോലിയേറ്റ് ചെയ്ത് വെക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടും ഡ്രൈനസ് മാറാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാനിത് മസാജ് ചെയ്ത് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു മിനിറ്റ്സ് വരെ മസാജ് ചെയ്ത് സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാം. അപ്പം ഞാനിത് വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ള നല്ല അടിപൊളി റിസൾട്ടാണ്. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിപ്പുണ്ട്. അതേപോലെ തന്നെ സ്കിന്നിലെ ടാനൊക്കെ റിമൂവ് ആക്കാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങളൊരു 35-40 വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ എന്താണെങ്കിലും ഈ ഒരു ഫേസ് വാഷ് പൗഡർ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ ദിവസവും നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. മോർണിംഗ് സ്കിൻ കെയറിൻ്റെ കൂടെയും നൈറ്റ് സ്കിൻ കെയറിൻ്റെ കൂടെയും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇതൊരു പാക്കായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.